എറണാകുളം ഇടപ്പള്ളിയിൽ 13 വയസ്സുകാരനെ കാണാനില്ല. എളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. അല്ലമീൻ സ്കൂളിൽ പരീക്ഷ എഴുതി മടങ്ങിയ കുട്ടിയെയാണ് കാണാതായത്. കുട്ടിക്കായി ഇടപ്പള്ളി മെട്രോയിൽ പോലീസ് പരിശോധന നടത്തി. ലുലു മാളിന്റെ പിന്നിൽ കുട്ടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, എന്താണ് പുതിയ വിവരങ്ങൾ? ഇത്രയും മണിക്കൂറുകളായി കുട്ടിയെപ്പറ്റി എന്തൊക്കെ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്? വിജയകുമാർ, ഏതാണ്ട് ഇന്ന് 9:30 എറണാകുളത്തെ സ്വകാര്യ സ്കൂളിൽ നിന്ന് എക്സാം ആയിരുന്നു. ആ പരീക്ഷ എഴുതിയതിനു ശേഷം അതിവേഗത്തിൽ, അതായത് 9 മണിക്ക് തുടങ്ങിയ പരീക്ഷ 9:30 എഴുതി സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങി സ്കൂളിന് തൊട്ടടുത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിൽ അല്പനേരം നിന്നതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് മാറി ഇടപ്പള്ളി ഭാഗത്ത് ലുലുവിൻ്റെ പുറകിലൂടെ പോകുന്ന കുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിൻ്റെ പക്കൽ ലഭിച്ചിട്ടുണ്ട്. അത് ലുലുവിൻ്റെ പുറകിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു ടോയ് ഷോപ്പിൽ നിന്ന്, ഒരു കളിപ്പാട്ടക്കടയിൽ നിന്ന് ഉള്ള CCTV ദൃശ്യങ്ങളുമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പക്ഷേ കുട്ടിയെ കാണാതായതിനു ശേഷം 9:30 കാണാതായ കുട്ടിയെ 2:30 കാണാതായ എന്നുള്ള 2:30 മാത്രമാണ് ഈ കുട്ടിയെ കാണാതായ വിവരം പോലീസിനെ ബന്ധുക്കൾ അറിയിക്കുന്നത്. അതായത് കുട്ടി എത്തുന്ന സമയം കഴിഞ്ഞിട്ടും എത്താതായതോടു കൂടിയാണ് ബന്ധുക്കൾ ഈ ഒരു വിഷയത്തിൽ പോലീസിനെ സമീപിക്കുന്നതുണ്ടായത്. ഏതായാലും 5 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസിന് വിവരം കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയദൈർഘ്യം എന്ന് പറയുന്നത് കുട്ടിയെ കണ്ടെത്തുന്നതിൽ ഒരു വെല്ലുവിളി തന്നെയാണ്, ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഏതായാലും എളമക്കര പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഊർജിതമായിട്ടുള്ള പോലീസ് അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത സ്റ്റേഷനുകളിലേക്കും അല്ലെങ്കിൽ മറ്റ് ഗതാഗതം ഉപയോഗിച്ചിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ മെട്രോ. ഇപ്പോൾ മെട്രോയിലാണ് പരിശോധന നടത്തുന്നത്. കുട്ടിയുടെ പിതാവും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് മെട്രോയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ഏതായാലും കുട്ടിയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണകൾ ലഭിക്കുവാൻ വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കുട്ടിയുടെ ഭാഗത്തു നിന്ന് വീട്ടിലോ മറ്റോ ഉണ്ടായിട്ടില്ല എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പരീക്ഷയ്ക്ക് വന്നപ്പോഴും കുട്ടിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പെരുമാറ്റവും ഉണ്ടായതായി ടീച്ചർമാർ വ്യക്തമാക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുട്ടിയിൽ നിന്ന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായ ഒരു സാഹചര്യമില്ല, അങ്ങനെ ഒരു ഹിസ്റ്ററി ഈ കുട്ടിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടിയെ കാണാതായത് എന്നതിനെക്കുറിച്ച് അങ്ങേയറ്റം ആശങ്കയിലാണ് കുട്ടിയുടെ മാതാപിതാക്കളുള്ളത്. വിജയകുമാർ, ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ലുലു മാളിന് പിറകിലൂടെ കുട്ടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. കുട്ടിയെ കാണാതായി 5 മണിക്കൂറിന് ശേഷമാണ് പോലീസിൽ വിവരമെത്തിയത് എന്നത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എങ്കിലും മറ്റു പോലീസ് സ്റ്റേഷനുകളുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട്. ഇതിനോടകം കൊച്ചി പോലീസ് വിവരം കൂടി വരുന്നുണ്ട്. അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.